സുഖമല്ലേ എല്ലാവർക്കും? ഇന്നത്തെ വീഡിയോയിൽ റമദാൻ്റെ കുറച്ച് വിശേഷങ്ങളും പിന്നെ ഒരു അടിപൊളി കിച്ചൺ കൗണ്ടർ ടോപ്പ് ഓർഗനൈസറിൻ്റെ അൺബോക്സിങ് വീഡിയോയും പിന്നെ കമ്പാരിസനെ പറ്റി എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇന്ന് നോമ്പ് 6 ആയി. അപ്പോൾ ഇന്നത്തെ നോമ്പിന് ഉണ്ടാക്കിയത് മട്ടൻ ബിരിയാണി ആട്ടോ. കുറച്ച് ലെഫ്റ്റ് ഓവർ മട്ടൻ ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടൊരു കുട്ടി മട്ടൻ ബിരിയാണി, പിന്നെ സ്നാക്കായിട്ട് സമോസയും കട്ട്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നത്തെയും പോലെ ആസ് യൂഷ്വൽ കട്ട് ഫ്രൂട്ടും ജ്യൂസും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അൽഹംദുലില്ലാ നോമ്പ് തുറക്ക് നന്നായിട്ട് പോയി. നമ്മൾ ഈ കമ്പാരിസൺ ചെയ്യാറില്ലേ, ഒന്നില്ലെങ്കിൽ നമ്മളോട് ആരെങ്കിലും അവരെ കണ്ടുപിടിക്കുക ഇവരെ കണ്ടുപിടിക്കുക എന്ന് നമ്മളോട് പറയാറുണ്ട്. അതും അല്ലെങ്കിൽ നമ്മൾ തന്നെ സ്വയം മറ്റുള്ളവരായിട്ട് നമ്മളെ കമ്പാരിസൺ ചെയ്യാറില്ലേ. അതായത് അവളെ പോലെ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, ഇവളെ പോലെ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഇതിന് കുറേ നെഗറ്റീവ് കാര്യങ്ങളില്ലേ. ഒന്നാമതായിട്ട് നമ്മുടെ കോൺഫിഡൻറ്റ് തന്നെ ഇത് ഇല്ലാണ്ടാക്കും. നമ്മളൊരു ആളുമായിട്ട് തന്നെ നമ്മളെ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ക്വാളിറ്റി അല്ലെങ്കിൽ നമ്മുടെ എബിലിറ്റി എന്താണെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയിലെത്തും. കാരണം അവർ മുന്നോട്ട് പോകുന്നത് അവരുടെ ക്വാളിറ്റി എബിലിറ്റി ഒക്കെ എന്താണോ എന്ന് പറഞ്ഞ് അതുമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾക്ക് അവരെ പോലെ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് ആലോചിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്വാളിറ്റി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥ ആയിരിക്കും. പിന്നെ അവരുടെ സിറ്റുവേഷനും നമ്മുടെ സിറ്റുവേഷനും സെയിം അല്ല. അപ്പോൾ അവരുടെ സിറ്റുവേഷൻ നമുക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചിട്ട് അങ്ങനെയും കമ്പാരിസൺ ചെയ്യുമ്പോഴും നമുക്കത് നെഗറ്റീവായിട്ട് തന്നെയാണ് അത് നമ്മളെ ബാധിക്കുള്ളൂ കേട്ടോ. പിന്നെ ഈ കമ്പാരിസൺ ചെയ്യുന്നതിൽ കുറച്ച് നല്ല വശങ്ങളും ഉണ്ട് കേട്ടോ. അതായത് എനിക്ക് ഫസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് ഒരു ഇമ്പ്രൂവ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷനായിട്ട് എനിക്കിത് തോന്നിയിട്ടുണ്ട്. അതായത് മറ്റുള്ളവരുടെ കമ്പാരിങ് ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടോ എന്ന് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമ്മളിപ്പോൾ ഏത് ലെവലിലാണ് നിൽക്കുന്നത് എന്നതും നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ സക്സസ്സിന് വേണ്ടി ഒരു റെഫറൻസ് പോയിൻ്റ് ഇതിൽ നിന്ന് കിട്ടും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ നമുക്ക് എന്തെങ്കിലും ഐഡിയാസും ഇതിൽ നിന്ന് കിട്ടും. കമ്പാരിസൺ ചെയ്യുമ്പോൾ അവരുടെ സക്സസ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്ത ഐഡിയാസ് എന്താണ്, അത് നമുക്ക് നമ്മുടെ സക്സസ്സിൽ നമ്മുടെ ക്വാളിറ്റിക്ക് അല്ലെങ്കിൽ നമ്മുടെ കഴിവ് വെച്ചിട്ട് നമ്മുടെ സക്സസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതൊരു കോപ്പി അടിക്കലായിട്ട് കാണണ്ട, അതൊരു ഇൻസ്പിറേഷനായിട്ട് എടുത്താൽ മതി. നമ്മുടെ മുന്നോട്ട് പോകാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുമ്പോൾ കമ്പാരിസൺ ചെയ്യുമ്പോൾ ഒരു ഐഡിയ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലതാണ് അല്ലേ. പിന്നെ നല്ലൊരു അടിപൊളി കിച്ചൺ കൗണ്ടർ ടോപ്പിൻ്റെ ഓർഗനൈസറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇതാണ് കേട്ടോ. അടിപൊളി സാധനമാണ്. ഞാനിത് ഓൺലൈനിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് വുഡനും പ്ലാസ്റ്റിക്കുമാണ് കേട്ടോ. അത് ഫിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളും എല്ലാം അതിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അടിപൊളി ഐറ്റമാണ് കേട്ടോ. ഇങ്ങനെ ഒരു ഐറ്റം കിച്ചണിൽ വെച്ചാൽ തന്നെ കിച്ചണിൻ്റെ ലുക്ക് തന്നെ മാറിപ്പോവേ. അത് യൂസ് ചെയ്തിട്ടാണ് പറയുന്നത്. നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് കേട്ടോ. നമ്മൾ ഇടയ്ക്ക് പ്രൈസ് ഓഫറും കാര്യങ്ങളൊക്കെ വരുന്ന ടൈമിൽ പർച്ചേസ് ചെയ്താൽ നമുക്ക് നല്ല പ്രൈസിൽ തന്നെ കിട്ടും. ഇതിൻ്റെ 2-3 സൈസും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വേണ്ടവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ കമ്പാരിസൻ്റെ കാര്യം പറഞ്ഞല്ലേ, കമ്പാരിസൺ അപ്പോൾ ഈ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഓരോരുത്തർക്ക് ഡിപ്പെൻഡ് അനുസരിച്ചിരിക്കും. മീൻസ് ഇപ്പോൾ നമ്മളതിന് നെഗറ്റീവായി ചിന്തിക്കുകയാണെങ്കിൽ നമുക്കതിന് നെഗറ്റീവായിട്ട് തന്നെ ഡിസഡ്വാൻറ്റേജ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതെല്ലാം നമ്മളിത് പോസിറ്റീവായിട്ട് എടുക്കുന്നെങ്കിൽ നമുക്കതിന് ഇനി മുതൽ ആരെങ്കിലും നമ്മൾ താരതമ്യം ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ സ്വയം താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഡള്ളായിരിക്കാതെ നമ്മുടെ സക്സസ്സിന് വേണ്ടിയുള്ള ഒരു ഉപകരണമാക്കിയിട്ട് കമ്പാരിസനെ മാറ്റിയെടുത്തിട്ട് മുന്നോട്ട് പോവുക, പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോവാം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നല്ല വീഡിയോസായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും മാസലാമ.